ശ്രീ ഗുരുവായൂരപ്പൻ ശരണം. നാളെ ഫെബ്രുവരി 7, 2025 വെള്ളിയാഴ്ച ഗുരുവായൂർ ഇടത്തരികത്ത് കാവിലമ്മയുടെ താലപ്പൊലിയാണ്. 1.5 മാസത്തോളമായി നടന്നുവരുന്ന ഭഗവതിയുടെ ഉത്സവത്തിന് നാളെ കൊടിയിറങ്ങും. ധനുമാസം 1-ാം തീയതി കൂറ ഉയർത്തൽ ചടങ്ങോടെ ഇടത്തരികത്ത് കാവ് ദേവിയുടെ മുൻപിൽ ഭഗവതി പാട്ട് ആരംഭിക്കുന്നു. നിത്യേന അഴൽ നിവേദ്യത്തിനു ശേഷമാണ് കളമ്പാട്ട് തുടങ്ങുന്നത്. വ്യക്തികൾ, പാരമ്പര്യ അവകാശികൾ, ദേവസ്വം ജീവനക്കാർ എന്നിങ്ങനെയൊരു നിര തന്നെയുണ്ട് പാട്ട് നടത്താൻ. ജനുവരി 5-ന് നാട്ടുകാർ ചേർന്ന് നടത്തുന്ന പിള്ളേര് താലപ്പൊലി അതിഗംഭീരമാണ്. നാളെ ഗുരുവായൂർ ദേവസ്വം താലപ്പൊലി. വിശേഷങ്ങളിലേക്ക്. താലപ്പൊലിയോടനുബന്ധിച്ച് ക്ഷേത്രനട നേരത്തെ അടയ്ക്കും. ശേഷം ദേവിയെ കൊടിമരച്ചുവട്ടിലേക്ക് എഴുന്നള്ളിക്കുകയും ഏകദേശം 1 മണിക്കൂർ നീളുന്ന പഞ്ചവാദ്യവും. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. തിരിച്ചെഴുന്നള്ളിപ്പ് മേളത്തിന്റെ അകമ്പടിയോടെ. പറവച്ചു കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ അരികിലേക്ക് വെളിച്ചപ്പാടിന്റെ രൂപത്തിൽ ദേവി എത്തുകയും പറ സ്വീകരിക്കുകയും ചെയ്യുന്നു. നെല്ല്, അരി, മലർ, അവിൽ, പൂവ്, പഴം, ശർക്കര, മഞ്ഞൾ, കുങ്കുമം എന്നിങ്ങനെ പല വിധത്തിലുള്ള പറകളാണ് ദേവിക്ക് സമർപ്പിക്കാനായി ഭക്തരുടെ കൈവശമുണ്ടാവുക. കുളപ്രദക്ഷിണം പൂർത്തിയാക്കി ദേവി ശ്രീകോവിലിലേക്ക് മടങ്ങുന്നു. രാത്രിയിൽ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യമാണ്. തിരിച്ചെഴുന്നള്ളിപ്പ് മേളവും ഒപ്പം താലപ്പൊലിയും. നാടെങ്ങും അനുഗ്രഹം ചൊരിഞ്ഞ ഇടത്തരികത്ത് കാവിലമ്മ താലപ്പൊലി മഹോത്സവത്തിന് പരിസമാപ്തി കുറിച്ച് ശ്രീകോവിലിലേക്ക് മടങ്ങുന്നു. ശേഷം കളമ്പാട്ട് ആരംഭിക്കുകയായി. അവകാശികളുടെ സമ്മതത്തോടെ കൂറവലിക്കൽ ചടങ്ങോടുകൂടി ദേവിയുടെ ഉത്സവം പരിസമാപ്തമായിരിക്കുന്നു. ഇനി കാത്തിരിപ്പാണ് അടുത്ത താലപ്പൊലിക്കായി.